വേദനിപ്പിച്ചുകൊണ്ട് ഉസ്താദിന്റെ ആ ഒരു വിടവാങ്ങൽ, ആ ഒരു സമയം ഉസ്താദ് നേരെ ഇമാം ഫൈദി പുറത്തായിരുന്നു. ഉടൻ തന്നെ വന്ന് ഉസ്താദിന്റെ ഒരു അസ്വസ്ഥത കണ്ടപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പഴം വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ പുറത്തു പോയിക്കൊണ്ട് റോബസ്റ്റിന്റെ ഒരു പേക്ക് കൊണ്ടുപോയി വന്നിരുന്നു. എനിക്ക് പഴം വേണമെന്ന് പറഞ്ഞു. ഒന്നും സംസാരിക്കുന്നില്ല ഉസ്താദ്, പക്ഷേ പഴം വേണോ എന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പഴം നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ഉസ്താദ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇമാം ഫൈദി നേരെ സിസ്റ്റേഴ്സിനോടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഫുള്ള് ഉസ്താദിന്റെ ബെഡും അതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലിയറാക്കി വെക്കിയതിന് ശേഷം ഒരു ശ്വാസതടസ്സം ഇങ്ങനെ വരികയാണ്. ആ ശ്വാസതടസ്സം ഇങ്ങനെ അതിങ്ങനെ കൂടി വന്ന സമയത്ത് വെള്ളം വേണോ എന്ന് ചോദിച്ചു. വെള്ളം വേണമെന്ന് പറഞ്ഞു. നല്ല രീതിയിൽ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചതിന് ശേഷം ശ്വാസതടസ്സം വീണ്ടും അധികരിച്ചപ്പോ വന്നിരായിരിക്കുന്ന ശൈഖുന ഒന്നിൽ പരം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായിരിക്കുന്ന കലിമയുടെ വചനങ്ങൾ ഉറക്കെ ഉരുവിടുകയാണ്. ആ സമയത്താണ് പിന്നീട് പ്രത്യേക ആ കലിമ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഉസ്താദിന് സംസാരമില്ല. അപ്പൊ സിസ്റ്റേഴ്സിനെ വിളിച്ചപ്പോൾ കൗണ്ട് കമ്മിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ കാര്യങ്ങൾ പിന്നീട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് വന്നിരായ ശൈഖുന യാത്രയായിരിക്കുകയാണ്. മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ